நம சிவாய வாழ்க. നാഥൻ്റെ പാദം വാഴ്ക വാഴ്ക. മാണിക്യവാചകസ്വാമിയുടെ തിരുവാചകത്തിലെ അടുത്ത ചില പാടലുകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നോക്കൂ. വെറുത്തേൻ എന്നെ ഞാനേ എൻ പുരാൻ പോറ്റി പോറ്റി, പഴിക്കയില്ല നിന്നെ പറ്റിയോരടി പോറ്റി, പിഴച്ചാൽ പൊറുക്കുക പെരിയോർ കർമ്മം പോറ്റി, എഴുത്തുകൊള്ളുകൻ വാഴ്വും ഉമ്പർ തമ്പുരാൻ പോറ്റി. വെറുത്തേൻ എന്നെ ഞാനേ എൻ പുരാൻ പോറ്റി, അല്ലയോ എൻ്റെ പുരാനായ പോറ്റി, എൻ്റെ ഭഗവാനെ, ഞാൻ എന്നെ തന്നെ വെറുത്തു എന്നാണ് പറയുന്നത്. അതായത് തൻ്റെ ജീവിതം പാഴായി പോകുന്നല്ലോ എന്നുള്ള വേദനാനിർഭരമായ ഒരു അനുഭവമാണ് മാണിക്യവാചകർക്കുണ്ടായത്. അല്ലയോ ഭഗവാൻ, അങ്ങയെ പ്രാർത്ഥിക്കാതെ, അങ്ങയ്ക്കുള്ള സേവ ചെയ്യാതെ, അങ്ങയെ നിരന്തരം ഭജിക്കാതെ ഞാൻ ജീവിച്ചിട്ട് എന്ത് പ്രയോജനം എന്ന് കരുതി ഞാൻ എന്നെ തന്നെ വെറുത്തു. എനിക്ക് തന്നെ എന്നോട് വെറുപ്പ് തോന്നി. കാരണം എന്താണ്? ഞാൻ അങ്ങയെ ഒരു നിമിഷം പോലും ഓർക്കുന്നില്ല, അങ്ങയെ ഭജിക്കുന്നില്ല, അങ്ങയുടെ തിരുനാമങ്ങൾ തിരുമന്ത്രങ്ങൾ ജപിക്കുന്നില്ല. അങ്ങനെ തിരുമന്ത്രം ജപിക്കാതെ, ശിവമന്ത്രം ജപിക്കാതെ, ശിവസാധന ചെയ്യാതെ ഞാൻ ജീവിച്ചിട്ട് ഈ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനം എന്ന് കരുതി ഞാൻ എൻ്റെ ജീവിതത്തിൽ തന്നെ വെറുത്തുപോയി. അല്ലയോ പോറ്റി, പഴിക്കയില്ല നിന്നെ ഞാൻ ഒരിക്കലും. നിന്നെ ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നില്ല. എനിക്ക് എന്തുകൊണ്ട് ശിവഭക്തി നൽകിയില്ല എന്ന് പറഞ്ഞ് ഞാൻ നിന്നെ കുറ്റപ്പെടുത്തുകയില്ല. കാരണം ഇത് എൻ്റെ തന്നെ കുറ്റമാണ്. ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെയാണ് പറയേണ്ടത്. അല്ലയോ മനസ്സേ, നീ എന്തൊരു ചതിക്കുഴിയിലാണ് പെട്ടിരിക്കുന്നത്. ഇനിയെങ്കിലും ശിവഭജനം നടത്തൂ. ഇതിൽ ഞാൻ അല്ലയോ ഭഗവാൻ അങ്ങയെ ഒരിക്കലും പഴിക്കുകയില്ല. അങ്ങ് എന്തുകൊണ്ട് എനിക്ക് ഭക്തി നൽകിയില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങയെ ഒരിക്കലും പഴിക്കുകയില്ല. പിഴച്ചാൽ പൊറുക്കുക. എനിക്ക് എൻ്റെ വാക്കുകളിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലയോ ദേവ അങ്ങ് പൊറുക്കുക. പെരിയോർ കർമ്മം പോറ്റി, എടുത്തുകൊള്ളുക എൻ വാഴ്വും ഉമ്പർ തമ്പുരാൻ പോറ്റി. എൻ്റെ വാഴ്വ്, എൻ്റെ ഈ ലോക ജീവിതം അല്ലയോ ഭഗവാൻ അങ്ങ് സ്വീകരിച്ചു കൊള്ളുക. എനിക്ക് വേണ്ട ഈ പാഴ്ജീവിതം, എനിക്ക് വേണ്ട. അങ്ങയെ ഭജിക്കാത്ത, അങ്ങയെ ഓർക്കാത്ത, അങ്ങയെ സ്മരിക്കാത്ത, അങ്ങയുടെ മന്ത്രം ചൊല്ലാത്ത ഈ ജീവിതം കൊണ്ട് എന്തൊരു പ്രയോജനം? ഈ പാഴ്ജീവിതത്തെ അങ്ങ് എടുത്തുകൊള്ളൂ. ഈ വാഴ്വ്, ഈ ഭൂമിയിലെ വാഴ്വ് എനിക്ക് മഹാകഷ്ടമാണ്. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ അങ്ങ് ഈ ജീവിതം തിരിച്ചെടുത്തുകൊള്ളൂ എന്നാണ് ഭഗവാനോട് പറയുന്നത്. അത്രമേൽ ഹൃദയസ്പർശിയാണ് ഈ വാക്കുകൾ. തനിക്ക് ഒരു നിമിഷം പോലും ശിവഭജനം നടത്താൻ പറ്റാത്തുള്ള തികഞ്ഞ വേദനയും ദുഃഖവുമാണ് ഇവിടെ മാണിക്യവാചകർ നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. നിത്യജീവിതത്തിൽ, ലൗകിക ജീവിതത്തിൽ മുഴുകി കഴിയുമ്പോൾ നമുക്ക് ശിവഭജനം, ഭഗവത് സേവ നടത്താൻ സമയം കിട്ടിയില്ല എന്ന പാഴ്വാക്ക് പറഞ്ഞ് നാം എല്ലാത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. അങ്ങനെയുള്ള ഈ പാഴ്ജീവിതം കൊണ്ട് എന്താണൊരു പ്രയോജനം? ലൗകിക സുഖഭോഗങ്ങളിൽ മുഴുകി ജീവിച്ച് ആ കാലം കഴിച്ചുകൊണ്ട് എന്താണൊരു പ്രയോജനം? ഇങ്ങനെയുള്ള പാഴ്ജീവിതം അല്ലയോ ഭഗവാൻ അങ്ങ് തന്നെ സ്വീകരിച്ചു കൊള്ളുക. വെറുത്തേൻ എന്നെ ഞാൻ എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള എൻ്റെ ജീവിതത്തെ ഞാൻ തന്നെ വെറുത്തുപോയി എന്നാണ് പറയുന്നത്. എൻ പുരാൻ പോറ്റി, വിണ്ണിൻ്റെ സിംഹമാം ഈശ പോറ്റി, കൊടിയിടയാർന്ന മങ്കയ്ക്ക് ഉടൽ പങ്കിട്ടോൻ പോറ്റി, വെണ്ണീറണിഞ്ഞിടുന്ന മേനിയാർന്നവൻ പോറ്റി, ചെമ്മേനിയാർന്നോൻ തില്ലൈ തമ്പുരാനെ പോറ്റി, ഉമ്പരാൻ പോറ്റി, എന്നെ
ആളുന്നോരേകൻ പോറ്റി. അല്ലയോ പോറ്റി, നിന്നെ ഞാൻ സ്തുതിച്ച് പാടട്ടെ, നിൻ്റെ തിരുനാമങ്ങൾ ഞാൻ കീർത്തിക്കട്ടെ. എന്തൊക്കെയാണെന്ന് നോക്കൂ. എൻ പുരാൻ പോറ്റി, വിണ്ണിൻ സിംഹമാം പോറ്റി, കൊടിയിടയാർന്ന മങ്കയ്ക്ക് ഉടൽ പങ്കിട്ടോൻ പോറ്റി, വെണ്ണീറണിഞ്ഞിടുന്ന മേനിയാർന്നോൻ പോറ്റി, ചെമ്മേനിയാർന്നോൻ തില്ലൈ നടനമാടും ദേവനെ പോറ്റി. അപ്പോൾ തില്ലയിൽ നടനമാടുന്ന അല്ലയോ ശിവഭഗവാനെ, നിൻ്റെ തിരുനാമങ്ങൾ, നിൻ്റെ മഹാനാമങ്ങൾ, നിൻ്റെ മന്ത്രങ്ങളായ വാക്കുകൾ ചൊല്ലി ഞാൻ നിന്നെ സ്തുതിക്കട്ടെ. നിൻ്റെ മന്ത്രവാക്കുകൾ ഓതി ഞാൻ നിന്നെ സ്തുതിക്കട്ടെ, നിന്നെ പ്രാർത്ഥിക്കട്ടെ. ഏകനേ പോറ്റി, ഇണയില്ലാത്ത താതാ പോറ്റി, വാനവർ ഗുരു പോറ്റി, കോമളരൂപ പോറ്റി, വരികന്നെ നീതാൻ വിളിച്ചിടുക പോറ്റി, തരിക നിൻ പാദം തുണയായി വിളങ്ങുക. നിൻ്റെ പാദം എനിക്ക് ഇനിയെങ്കിലും നൽകൂ. അല്ലയോ ഭഗവാൻ, അങ്ങയുടെ പാതാരവിന്ദങ്ങളെ കാണാനുള്ള മഹാഭാഗ്യം അല്ലയോ ഭഗവാൻ എൻ്റെ കണ്ണുകൾക്ക് നൽകിയാലും. അല്ലയോ ഏകനെ പോറ്റി, ഇണയില്ലാത്ത താതാ പോറ്റി, മറ്റാരേക്കാൾ ഉയർന്ന താതാ പിതാവേ, എൻ്റെ പിതാവേ, എനിക്ക് മറ്റൊരു അച്ഛനില്ല, എനിക്ക് മറ്റൊരു പിതാവില്ല, അങ്ങ് മാത്രമാണ് പിതാവായിട്ടുള്ളവൻ. ഇണയില്ലാത്ത താതാ പോറ്റി, വാനവർ ഗുരു പോറ്റി, വാനവരുടെ ഗുരു, ദേവന്മാരുടെയും ഗുരുവായിട്ടുള്ള അല്ലയോ ഭഗവാനെ കോമളരൂപ, വരികന്നെ നീ താൻ വിളിച്ചിടുക, എന്നെ വിളിച്ച് എന്നെ മാറോട് ചേർക്കൂ ഭഗവാനെ എന്ന് പറയുകയാണ്. നിൻ്റെ പാതാരവിന്ദങ്ങളിൽ എനിക്ക് അഭയം നൽകിയാലും. പറ്റുകളറുത്തോരാം നിന്നുടെ അടിയാർക്ക് കിട്ടുന്നതിലുമേറെ പ്രേമമാകുന്നോൻ പോറ്റി, പറ്റേ എൻ മായ നീക്കി അടിയനാക്കി തീർത്ത് പെരുമയോടെ കൃപ കാട്ടി ഓരീശ പോറ്റി, വാർന്നു വന്നിടും വിഷം തനിയെ പാനം ചെയ്തു വാനവർക്കും അമൃതേകം കരുണാകര പോറ്റി, നിറഞ്ഞ നിൻ്റെ പാദം നായയെ പോലെയുള്ള എനിക്ക് അല്ലയോ ഭഗവാൻ അങ്ങയുടെ പാദം നൽകുക. അങ്ങ് എങ്ങനെയുള്ളതാണ്? വിഷം പാനം ചെയ്യുന്നവനാണ്. കാളകൂട വിഷം പാനം ചെയ്ത് വാനവർക്ക് അമൃതം നൽകിയവനാണ്. അതുകൊണ്ട് അല്ലയോ ഭഗവാൻ, എനിക്കും ആ മോക്ഷത്തിൻ്റെ അമൃതം നൽകിയാലും. പറ്റുകൾ അറുത്തോരാം നിന്നുടെ അടിയാർക്ക് കിട്ടുന്നതിലുമേറെ പ്രേമമാകുന്നവൻ പോറ്റി, പ്രേമത്തിൻ്റെ മഹാസാഗരമേ, നിൻ്റെ അടിയാന്മാരോടുള്ള മഹാസ്നേഹം കൊണ്ട് നീ അവരെ കീഴ്പ്പെടുത്തിയല്ലോ ഭഗവാൻ. എൻ്റെ മായയെ നീക്കിയാലും ഞാൻ മായയിൽപ്പെട്ടുഴലുകയാണ്. അടിയൻ്റെ ആ മായാഭാവത്തെ മുഴുവൻ മാറ്റി പെരുമയോടെ കൃപ കാട്ടി ഒരു ഈശ്വരാ പോറ്റി, അങ്ങേയറ്റം സ്നേഹവായ്പോടെ എന്നിൽ കൃപ ചൊരിയുന്ന അല്ലയോ ഭഗവാൻ, അങ്ങ് എനിക്ക് അഭയം നൽകൂ. പോറ്റിടാം നീർത്തി കാറ്റ് നിലം വിണ്ണാകുന്നോനെ, പോറ്റിടാം ഉയിർക്കൾക്ക് തോറ്റമേകിടുന്നോനെ, തോറ്റമില്ലാത്തവനെ, നിന്നോട് ചേർന്നിടാത്ത പഞ്ചേന്ദ്രിയങ്ങളെയും ചേരുമാറാക്കിയോനെ. നീ പഞ്ചേന്ദ്രിയങ്ങൾ അധിപനാണ്, അതേപോലെ പഞ്ചഭൂതങ്ങളുടെ അധിപനും നീ തന്നെയാണ്. നീര്, ജലം, തീയ്, കാറ്റ്, ഭൂമി, വിണ്ണ് തുടങ്ങിയ പഞ്ചഭൂതങ്ങൾക്കും ഉയിരേകിയ അല്ലയോ ഭഗവാൻ, എല്ലാവർക്കും സന്തോഷമേകുന്നവനെ, എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടി നീ അവർക്ക് ദർശനം നൽകുന്നവനെ, നിന്നോട് ചേർന്നിടാത്ത പഞ്ചേന്ദ്രിയങ്ങളെയും ചേരുമാറാക്കിയവനെ, പഞ്ചേന്ദ്രിയങ്ങളിലും നീ നിന്നോട് ചേർക്കുന്നു. അപ്പോൾ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെയും അങ്ങയോട് ചേർക്കുക. അതായത് എൻ്റെ കണ്ണുകൾ അങ്ങയെ കാണട്ടെ, എൻ്റെ കാതുകൾ അങ്ങയുടെ കീർത്തനങ്ങൾ കേൾക്കട്ടെ, എൻ്റെ സ്പർശം അങ്ങയെ ആലിംഗനം ചെയ്യുന്നതായി തീരട്ടെ. ഇങ്ങനെ എൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴുവനും അങ്ങയുടെ ആധിപത്യത്തിൽ കഴിയട്ടെ. അങ്ങയ്ക്ക് വേണ്ടി ഞാനിതാ എൻ്റെ
പഞ്ചേന്ദ്രിയങ്ങളെയും സമർപ്പിക്കുന്നു. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങളെ മുഴുവനും ഭഗവാന് വേണ്ടി സമർപ്പിച്ചിട്ട്, ജീവിതമാകെ ഭഗവാന് വേണ്ടി സമർപ്പിച്ചിട്ട് ഭഗവത് പൂജ ചെയ്യുന്ന ഭഗവത് മന്ത്രം, ദക്ഷിണാമൂർത്തിയായ ശിവൻ്റെ മഹാമന്ത്രം നിരന്തരം ജപിക്കുന്ന അല്ലയോ ദേവാ എന്നെ അങ്ങ് രക്ഷിച്ചാലും എന്ന് പറയണം. അപ്പോൾ ദക്ഷിണാമൂർത്തിയായ ശിവനെ ഞാനിതാ എപ്പോഴും ഭജിച്ചുകൊണ്ടേയിരിക്കുന്നു. തില്ലയിൽ നടനമാടുന്ന ആ ശിവഭഗവാനെ ഞാനിതാ മന്ത്രങ്ങൾ കൊണ്ട് അർച്ചിക്കുന്നു. എത്രയോ ദിവ്യമായ ശിവമന്ത്രങ്ങൾ, ദക്ഷിണാമൂർത്തി മന്ത്രങ്ങളുണ്ട്. നമുക്ക് അതിലൊരു മന്ത്രത്തിലേക്ക് മാത്രം കിടക്കാം. ഇത് ചൊല്ലുന്നത് ശിവൻ്റെ സാക്ഷാത്കാരത്തിന്, ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹത്തിന് പാത്രമായിത്തീരുന്ന ഒരു മന്ത്രമുണ്ട്. അതുകൂടി നമുക്കിവിടെ നോക്കാം. ദക്ഷിണാമൂർത്തി ഉപനിഷത്ത് എന്ന് പറഞ്ഞിട്ടൊരു ഉപനിഷത്തുണ്ട്. ദക്ഷിണാമൂർത്തി ഉപനിഷത്ത് ശിവൻ്റെ ആ ഗുരുഭാവമാണ് ദക്ഷിണാമൂർത്തി ഭാവം. ആ ദക്ഷിണാമൂർത്തി ഉപനിഷത്തിൽ വളരെ ദിവ്യമായ ഒരു ശിവമന്ത്രം കൊടുത്തിട്ടുണ്ട്. ഈ ശിവമന്ത്രം ജപിച്ചാൽ തന്നെ ശിവൻ നമുക്ക് പ്രത്യക്ഷനായിത്തീരും. ശിവൻ ദക്ഷിണാമൂർത്തി നമുക്ക് എല്ലാ അനുഗ്രഹവും നൽകും. ആ ദക്ഷിണാമൂർത്തി മന്ത്രം കൂടി ഏതാണെന്ന് നമുക്ക് നോക്കാം. ദക്ഷിണാമൂർത്തി ഉപനിഷത്തിൽ ആ മന്ത്രം കൊടുത്തിട്ടുണ്ട്. അതാ നോക്കൂ. ഓം ആദൗ നാമ ഉച്ചാര്യ തതോ ഭഗവതേ പദം ദക്ഷിണേതി പദം പഞ്ചാൻമൂർത്തേ പദം അദ്ധരേത് അസ്മത് ശബ്ദചതുർത്ഥ്യാന്തം മേധാം പ്രജ്ഞാം പദം വദേത് സമുച്ചര്യ താതോ വായുബീജം തതഃ പടയേത് അഗ്നിജായാം തത്സതോഷ ചതുർവിംശാക്ഷരോ മനു. അതിൻ്റെ അർത്ഥം ഏതാണ്ട് ഇങ്ങനെയാണ്. ആദ്യം ഓം നമ എന്ന് ഉച്ചരിക്കുക, പിന്നെ ഭഗവതേ എന്ന് ഉച്ചരിക്കുക, പിന്നീട് ദക്ഷിണ എന്ന് ഉച്ചരിക്കുക, പിന്നെ മൂർത്തയെ എന്ന് ഉച്ചരിക്കുക, പിന്നെ മഹ്യമെന്നും പിന്നെ മേധാമെന്നും പ്രജ്ഞാമെന്നും ഉച്ചരിക്കുക. അപ്പോൾ ആ മന്ത്രം ഇങ്ങനെ കിട്ടും. ഞാൻ നോക്കൂ, ആ മന്ത്രം ഇതാണ്. ദക്ഷിണാമൂർത്തി മന്ത്രം ഇതാണ്. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയശ്ച സോഹ. ഞാനൊന്നുകൂടെ പറയാം. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തേ മഹ്യം മേധാം പ്രജ്ഞാം പ്രയശ്ച സോഹ. ഒന്നുകൂടെ പറയാം. ഓം നമോ ഭഗവതേ ദക്ഷിണാമൂർത്തേ മഹ്യം മേധാം പ്രജ്ഞാ പ്രയശ്ച സോഹ. ഈ മന്ത്ര സാധനയിലൂടെ തന്നെ ദക്ഷിണാമൂർത്തിയായ മഹാഗുരുവായ ശിവഭഗവാനെ നമുക്ക് സാക്ഷാത്കരിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇത് ദക്ഷിണാമൂർത്തി ഉപനിഷത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശിവമന്ത്രമാണ്. ഈ ദക്ഷിണാമൂർത്തി മന്ത്രം ആരാണോ സ്ഥിരം ജപിക്കുന്നത് അവർ ശിവസായുജ്യമടയും എന്നാണ് പറയുന്നത്. എല്ലാ നിഗൂഢമായ ശിവതത്വജ്ഞാനവും അയാൾക്ക് വെളിവായി കിട്ടും. അങ്ങനെ ആ ശിവപ്രപഞ്ചത്തിലേക്ക്, ശിവബോധത്തിലേക്ക്, ശിവതത്വത്തിലേക്ക് പ്രവേശിക്കാൻ ഈ മന്ത്രം നമ്മെ സഹായിക്കുന്നു. ശിവസാക്ഷാത്കാരത്തിലേക്ക്, ദക്ഷിണാമൂർത്തിയെ സാക്ഷാത്കരിക്കാൻ ഈ മന്ത്രം വളരെയേറെ സഹായിക്കും.